നമ്മൾ 90s കിഡ്സിന്റെ കുട്ടിക്കാലം കളർഫുൾ ആക്കിയിട്ടുള്ള പലഹാരങ്ങളാണ് അട്ടയപ്പം, കിണ്ണത്തപ്പം, ചക്കയട, കുമ്പളപ്പം, അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസ്. ഇതെല്ലാം തന്നെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള പലഹാരങ്ങളായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ കുറേ ഉണ്ട്. സമൂസ ഉണ്ട്, സ്വീറ്റ് പൊറോട്ട ഉണ്ട്, മീറ്റ് റോൾ ഉണ്ട്. ഇതൊക്കെ തന്നെ വന്നാലും ആ തട്ട് താഴെ തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്കൂൾ വിട്ട് ഓടിക്കതച്ച് വീട്ടിലോട്ട് എത്തുമ്പോൾ വീടിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്ന് എന്ത് പലഹാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പം അമ്മ ഉണ്ടാക്കി തരാറുള്ളതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കിണ്ണത്തപ്പം. കിണ്ണത്തപ്പത്തിൻ്റെ മെയിൻ പണി തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ സിമ്പിളാണ്. 2 മീഡിയം വലിപ്പത്തിലുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള പൊടിയാണ് ഞാൻ എടുത്തേക്കണേ. അതിനകത്തോട്ട് ആവശ്യത്തിന് പഞ്ചസാരയും 1 നുള്ളു ഉപ്പും കുറച്ച് ജീരകവും 2 ഏലക്കയും കൂടി ഇട്ടിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ച പാലെടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു ഒഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ എനിക്ക് ആദ്യമേ അറിയായിരുന്നു. അന്നും എനിക്ക് സിമ്പിളായിട്ടാണ് തോന്നിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ആകെ ഞാൻ ഉണ്ടാക്കി വിജയിക്കുന്ന കുറച്ച് പലഹാരങ്ങളിൽ ഒന്നാമത്തവൻ ഇവൻ തന്നെയാണ് കേട്ടോ. കുട്ടിക്കാലത്ത് അമ്മ ഉണ്ടാക്കി തരുന്ന പലഹാരങ്ങളുടെ ലിസ്റ്റിൽ കിണ്ണത്തപ്പം മെയിൻ ആളായിരുന്നെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അധികം അങ്ങോട്ട് ഉണ്ടാക്കാതായിട്ടോ. പിന്നെ വീണ്ടും നമ്മുടെ വീട്ടിൽ കിണ്ണത്തപ്പം മെയിനായിട്ട് വന്നതിന് വേറൊരു റീസൺ ഉണ്ട്. അതായത് മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മരുമോൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ മനസ്സിലാക്കി എടുത്തു ആൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്. അപ്പോഴാണെങ്കിലോ ചേട്ടൻ്റെ മെയിൻ ഇഷ്ടങ്ങളിൽ ഒന്നാണ് കിണ്ണത്തപ്പം. അങ്ങനെ ഒരിടയ്ക്ക് മങ്ങിപ്പോയ നമ്മുടെ കിണ്ണത്തപ്പം വീണ്ടും നമ്മുടെ വീട്ടിൽ ഹിറ്റായിട്ടോ. അപ്പോൾ കിണ്ണത്തപ്പം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല തിന്നായിട്ട് ഉണ്ടാക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ട പലഹാരം ഏതാണെന്നും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.